എടവണ്ണയിൽ CPIM പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അതുൽ സായി എന്ന +2 വിദ്യാർത്ഥിക്കാണ് വെട്ടേറ്റത്. ആഹ്ലാദ പ്രകടനത്തിന്റെ മറവിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചതായും LDF നേതാക്കൾ ആരോപിച്ചു. എടവണ്ണ CPM പ്രവർത്തകനായ അതുൽ സായിക്കാണ് വെട്ടേറ്റത്. +2 സേ പരീക്ഷ എഴുതാൻ എടവണ്ണ GHSൽ പോകുന്നതിനിടെ ജാമിയ ജംഗ്ഷനിൽ വെച്ച ബൈക്കിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. അതുലിന്റെ ചെവിക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇയാളെ മഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടവണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ആഹ്ലാദ പ്രകടനത്തിനിടെ എടവണ്ണ തൂവക്കാടിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തകർത്തതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആഹ്ലാദത്തിനിടെയാണ് സംഭവം. ഓഫീസിൽ തീയിട്ട് നശിപ്പിച്ചതായി പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. ഈ പഞ്ചായത്തിലെ ഒരു പ്രദേശത്തും ഒരു അക്രമ സംഭവങ്ങൾക്കും CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോ നേതൃത്വം കൊടുത്തിട്ടില്ല. കാരണം ഈ വിജയത്തിൽ ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ഈ UDF ഭരണം കൊണ്ട് പൊറുതി മുട്ടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരമേൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങൾക്ക് അഹങ്കാരമല്ല, മറിച്ച് വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം എങ്ങനെ നടപ്പാക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം എടവണ്ണ പഞ്ചായത്ത് ചളിപ്പാടത്താണെങ്കിലും തൂവക്കാടിലാണെങ്കിലും നിരവധി പാർട്ടി സഖാക്കളെ മർദ്ദിച്ചും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തീവെച്ചുമൊക്കെ വലിയ രൂപത്തിലേക്കുള്ള ഗുണ്ടായിസമാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തൂവക്കാടിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനെതിരെ UDF പ്രവർത്തകർ ആക്രമണം നടത്തിയതായി പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന ആളുകൾ അടക്കമാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തിയതെന്നും ഇവർ കൂട്ടിച്ചേർത്തു.